ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കലക്കൻ സിനിമാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് ആട് 3യെ കുറിച്ചാണ്. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. അപ്പോൾ ആട് 1, ആട് 2, ആട് 3 ഈ മൂന്നും ഞാൻ തിയേറ്ററിൽ കണ്ടു. ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ 3 ഭാഗവും തിയേറ്ററിൽ കാണാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ ആട് സീരീസിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്, അത് ആട് 3 തുടക്കം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ആദ്യത്തെ ഒരു 20 മിനിറ്റ് എല്ലാവരുടെ ഇൻട്രോയും ആ ബിജിഎമ്മും പഴയ ബിജിഎം തന്നെ അത് കുറച്ച് പുതിയതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഷാൻ റഹ്മാൻ തൻ്റെ ജോലി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പടത്തിൽ ഒരു പാട്ടേ ഉള്ളൂ വേദിക കണ്ടിരുന്നത്. ആ പാട്ടും അടിപൊളിയായിരുന്നു. എല്ലാവരുടെ ബിജിഎമ്മും പുതിയ മിക്സൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പ്രസന്റിൽ നിന്ന് പാസ്റ്റിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ 20 മിനിറ്റ് പ്രസന്റ് ആണെങ്കിൽ പിന്നീട് പാസ്റ്റിലേക്ക് പോകും. ട്രെയിലറിൽ കാണിക്കുന്ന പോലെ തന്നെ ആ പാസ്റ്റിലേക്ക് പോകുമ്പോൾ അവിടെ കുറച്ച് കോമഡി ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് വർക്കായില്ല. എനിക്കൊന്നും അല്ല, തിയേറ്ററിലും കാര്യമായിട്ട് ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും പ്രസന്റിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ച് കോമഡി ഉണ്ട്. അതെനിക്കും പേഴ്സണലി വർക്കായി. തിയേറ്ററിലും നന്നായിട്ട് ചിരിച്ചു. വീണ്ടും പാസ്റ്റിലേക്ക് പോവുകയാണ്. അപ്പം ഇങ്ങനെ പ്രസന്റിൽ നിന്ന് പാസ്റ്റിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ടി വിയിലൊക്കെ നല്ല സിനിമ കാണുമ്പോൾ അതിൻ്റെ നല്ല സിനിമ വരുമ്പോൾ പരസ്യം വരില്ലേ, അതുപോലെയായിരുന്നു പ്രസന്റിൽ നിന്നും പാസ്റ്റിലേക്ക് പോകുമ്പോൾ പലരുടെയും ഒരു മുഖം റിയാക്ഷൻ എനിക്ക് മനസ്സിലായത്. എൻ്റെ അടുത്തിരുന്നവരുടെയൊക്കെ നോക്കിയപ്പോൾ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് വീണ്ടും പ്രസന്റിലേക്ക് വരുമ്പോൾ കുറച്ച് കോമഡി വരുന്നു. വീണ്ടും പാസ്റ്റിലേക്ക് പോകുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിരിക്കുകയാണ്. അതും നല്ല രീതിയിൽ ലാഗ് തോന്നിപ്പിക്കുന്നുണ്ട്. സിനിമയുടെ മൊത്തം റണ്ണിങ് ടൈം 2 മണിക്കൂർ 50 മിനിറ്റ് ആണെന്ന് തോന്നുന്നു. അതിൽ ഏകദേശം 1 മണിക്കൂർ 50 മിനിറ്റ് ഫസ്റ്റ് ഹാഫിൽ തന്നെയാണ് വരുന്നതെന്ന് തോന്നുന്നത്. നല്ല ലാഗ് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 1ലും 2ലുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടറും 3ലും ഉണ്ട്. പുതിയതായിട്ടൊരു ഫീമെയിൽ ക്യാരക്ടർ വന്നിട്ടുണ്ട്. ആ ആർട്ടിസ്റ്റ് അടിപൊളിയായിരുന്നു. ഫൈറ്റ് ആയാലും ലുക്കും ആറ്റിറ്റ്യൂഡും ഒക്കെ. അപ്പോൾ ഫസ്റ്റ് ഹാഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കോമഡി, കുറച്ച് അധികം ലാഗ് ഫീൽ ചെയ്യുന്ന ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴാണ് വിനായകനൊക്കെ ഓൾറെഡി ഉണ്ട്, പക്ഷേ ഡൂഡായിട്ട് മറന്നാൽ കുറച്ച് ആ സീനൊക്കെ തിയേറ്ററിൽ അടിപൊളിയായിരുന്നു. നല്ല ക്രൗഡിൻ്റെ ഒപ്പം ഇരുന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സീക്വൻസ് ഒക്കെ കുറച്ച് ഉണ്ട് പടത്തിൽ. കുറച്ച് അതുപോലെ കോമഡിയൊക്കെ ഉണ്ട്. അപ്പോൾ വിനായകൻ ആ ഡ്യൂഡായിട്ട് വരുമ്പോൾ ആണ് നമ്മൾ ആ പഴയ ആട് കാണുന്ന ഒരു ഫീൽ കിട്ടി വന്നത്. ആ ഫീൽ കിട്ടി വന്നപ്പോൾ തന്നെ വീണ്ടും പോണു പാസ്റ്റിലേക്ക്. വീണ്ടും പ്രസന്റും പാസ്റ്റും എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പടം ഇൻകംപ്ലീറ്റ് ആയിട്ട് തീരെയാണ്. അപ്പോൾ പാർട്ട് 3യുടെ പാർട്ട് 2വിന് വേണ്ടി കാത്തിരിക്കണം ഈ പടം മൊത്തം എന്താണെന്ന് അറിയാനായിട്ട്. പടം മോശമാണെന്ന് വെച്ചാൽ മോശമല്ല, അതുപോലെ തന്നെ അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയുമല്ല. കുറച്ച് കോമഡിയുള്ള, കുറച്ചധികം ലാഗുള്ള ഒരു ആവറേജ് പടമായിട്ടാണ് ആട് 3 എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കും നല്ലൊരു കടയിലൊപ്പം ഇരുന്ന് കാണുകയാണ് ചിരിച്ചും അതുപോലെ തന്നെ കുറച്ച് കൈയടിച്ചൊക്കെ കാണാവുന്ന കുറച്ച് സീക്വൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ആ കുറച്ച് ലാഗ് ഒഴിവാക്കാമായിരുന്നു. കുറച്ച് റണ്ണിങ് ടൈം ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കട്ടാക്കാമായിരുന്നു എന്ന് പേഴ്സണലി എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുപോലെ സിനിമ റിവ്യൂവും അതുപോലെ അപ്ഡേറ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കാണുന്നതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചോ. അപ്പോൾ ആട് 3 ഒരു മോശം പടവുമല്ല, അതുപോലെ അടിപൊളി പടവുമല്ല. ഒരു കുറച്ചധികം ലാഗുള്ള, കുറച്ച് കോമഡിയുള്ള ഒരു ആവറേജ് പടമായിട്ടാണ് ആട് 3 എനിക്ക് തോന്നിയത്.